ഹായ് ഫ്രണ്ട്സ്, ചപ്പാത്തിക്കും അരിപ്പത്തിരിക്കും ഒക്കെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ അല്ലാതെ ഫ്രഷ് ആയിട്ടും ഒഴിച്ചിട്ടും ഈ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ടൊരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പരന്നിട്ടുള്ളൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് പിച്ചി കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് തക്കാളി ഇതിന് ആവശ്യമില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ മുട്ടയുടെ തോടൊന്നും വീഴാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ പരന്നിട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മുട്ട ഒടിച്ചൊഴിക്കാൻ പറ്റും. ഈ മുട്ടയുടെ മുകളിലേക്ക് ഓരോന്നുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതൊക്കെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ ആ മുട്ടയുടെ മഞ്ഞ മാക്സിമം പൊട്ടാതെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റൊക്കെ മതിയാവും. ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൗഡർ കലക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് വരെ ചേർക്കാം. അത് ഗ്രേവി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഒരുപാട് അങ്ങ് തിളച്ചൊന്നും പോകണ്ട. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ അരിപ്പത്തിരിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.